ഹായ് എവ്രിവൺ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം ആണ്. +2 പരീക്ഷ എത്താറായി. സോ റിവിഷൻ്റെ ടൈമാണ്. ചില ടോപ്പിക്സുകൾ, ബയോളജിയുടെ ടോപ്പിക്സുകളും മറ്റും നമുക്ക് ഒരു റിവിഷൻ പോലെ ഒന്ന് റീകളക്ട് ചെയ്ത് പോകാം. സോ എല്ലാ കുട്ടികളും ഈ പറഞ്ഞതുപോലെ ഒരു റിവിഷൻ മോഡിലാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മെയിനായിട്ടും അസെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റിയാണ്. ഓക്കെ, റീപ്രൊഡക്ഷൻ ഇൻ ആനിമൽസ്. റീപ്രൊഡക്ഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം പ്രൊഡ്യൂസസ് യങ് വൺസ് ആണല്ലോ. കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സ് ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? റീപ്രൊഡക്ഷൻ എന്ന് പറയുക. The period from the birth to the natural death of organism is called lifespan. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ചില ടോപ്പിക്സുകൾ നിങ്ങൾക്ക് ബോർഡ് എക്സാമിനും അതുപോലെ തന്നെ നീറ്റ് എക്സാമിനും ഉപകരിക്കുന്നതാണ്. ഇപ്പോൾ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബർത്ത് തൊട്ട് നാച്ചുറൽ ഡെത്ത് വരെയുള്ള ആ ഡ്യൂറേഷൻ ഉണ്ടല്ലോ, അതിനെയാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓരോ ജീവികൾക്കും വ്യത്യസ്തമായിരിക്കും. മനുഷ്യൻ്റെ ലൈഫ് സ്പാൻ ആകണമെന്നില്ല ചെറിയ കുഞ്ഞു ജീവികൾക്ക്, അല്ലെങ്കിൽ ആ ലൈഫ് സ്പാൻ ആകണമെന്നില്ല ഒരു പ്ലാന്റിന്. സോ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഓഫ്സ്പ്രിങ്സ് ഉണ്ടാകുന്ന ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്നതാണ്. സോ ഫ്രം ദ ബർത്ത് ടു ദ ടിൽ ഡെത്ത് ആ ഒരു ഡ്യൂറേഷനെ പറയുന്നതാണ് എന്ത്? ലൈഫ് സ്പാൻ. ഓക്കെ, no individual is immortal except unicellular organisms. There is no natural death in the unicellular organism. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസിന് ഡെത്ത് ഇല്ല, അല്ലാതെ ബാക്കി എല്ലാത്തിനും എന്തുണ്ട്? ഒരു ഡെത്ത് ഉണ്ട്. സോ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പേഷൻ, രണ്ട് ടൈപ്പിൽ ഉണ്ട് റീപ്രൊഡക്ഷൻ: സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നിങ്ങനെ രണ്ട് ടൈപ്പിൽ നമുക്ക് റീപ്രൊഡക്ഷനെ കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, ഇനി ലൈഫ് സ്പാൻ തന്നിരിക്കുന്നത് മെയിനായിട്ടും നിങ്ങൾക്ക് നീറ്റ് ബേസിസിൽ നിങ്ങൾക്ക് MCQയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നിങ്ങൾക്കിത് നോട്ട് ചെയ്ത് വെക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഓടിച്ച് വിടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ വെച്ചോ നോട്ട് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ റോസിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 5 to 7 years ആണ്. റൈസിൻ്റെ 3 to 7 months ആണ്. ബനിയൻ ട്രീ ആണെങ്കിൽ, നമ്മുടെ ആലാണെങ്കിൽ ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ള ഒന്നെന്ന് വെച്ചാൽ ബനിയൻ ട്രീയാണ്. 400 വർഷത്തിൽ കൂടുതൽ ബനിയൻ ട്രീ അതിൻ്റെ ലൈഫ് സ്പാൻ നമുക്ക് കാണാൻ പറ്റും. അതേസമയം നമ്മളെ ബട്ടർഫ്ലൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1 to 2 weeks മാത്രമാണ്. പിന്നെ ഇപ്പം നമ്മൾ പാരറ്റിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 140 years ആണ്. അതായത് മനുഷ്യനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു 60-70 ആണ്. പാരറ്റ്സിന് 140 years ഉണ്ട്, നമ്മളുടെ ഡബിൾ ഉണ്ട്. ഓക്കെ, അതുപോലെ കൗവിൻ്റെ തന്നിട്ടുണ്ട് 22 years ആണ്. ക്രോസ് 15 years, അതുപോലെ ക്രൊക്കഡൈൽ 16 years, എലിഫൻസ് ആണെങ്കിൽ 50 to 70 years. നമ്മുടെ ഏകദേശം മനുഷ്യനുമായിട്ട് സാമ്യമുണ്ട് ക്രൊക്കഡൈലും എലിഫൻസും ഒക്കെ. കൗസ് ആണെങ്കിൽ 22 years. ഓക്കെ, ഇതൊക്കെയാണ് ലൈഫ് സ്പാൻ തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നീറ്റ് എക്സാം പോലുള്ളതിന് ഒരു പക്ഷേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയേക്കാം. ഇനി നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഡീറ്റെയിലോട്ട് പോകാം. നമ്മുടെ ടോപ്പിക് അതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ് ഓഫ്സ്പ്രിങ് ബൈ എ സിംഗിൾ പാരന്റ്. അതായത് അവിടെ നമുക്ക് ഒരു രണ്ട് മെയിൽ പാർട്ട്ണറോ അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ട്ണറോ രണ്ട് പാരൻസുകൾ ചേർന്നിട്ട് ഓഫ്സ്പ്രിങ്സ് ഉണ്ടാകുമ്പോൾ അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിട്ട് മാറും. അതേസമയം സിംഗിൾ പേരന്റിൽ നിന്നാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നതെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? അസെക്ഷൽ റീപ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ഓഫ് ഓഫ്സ്പ്രിങ്സ് ബൈ എ സിംഗിൾ പാരന്റ്. അവിടെ ഒറ്റ പേരന്റേ ഉള്ളൂ അല്ലേ? ഒരു പേരന്റിൽ നിന്നാണ് അവിടെ ഓഫ്സ്പ്രിങ്സ് ഉണ്ടായി വരുന്നത്. ഇതിനെയാണ് എന്ത് പറയുക? Asexual reproduction. It is seen in unicellular organisms, simple plants and animals. കാണുന്ന എവിടെയൊക്കെയാണ്? ചെറിയ ജീവികളിൽ, അതുപോലെ പ്ലാന്റ്സിൽ, പിന്നെ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ്, ഇവരിലൊക്കെയാണ് എന്ത് കാണുന്നത്? ഈ പറഞ്ഞതുപോലെയുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണുന്നത്. ഓർക്കണം, അവിടെ ഒരു സിംഗിൾ പേരന്റേ ഉള്ളൂ. ഓക്കെ, the offsprings are identical to one another and to their parents. Such morphology genetically similar individuals are called clones. ഇങ്ങനെ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്സ് എന്തായിരിക്കും? ക്ലോൺസ് ആയിരിക്കും. കാരണം നമുക്കൊരു ജനറ്റിക് വേരിയേഷൻ വരുന്നത് എപ്പോഴാണ്? രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജനറ്റിക് ട്രേറ്റുകൾ തമ്മിൽ ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണ്. ഇപ്പോൾ അച്ഛനും അമ്മയും കൂടെ ചേർന്ന ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അച്ഛൻ്റെ ജനറ്റിക് ഫീച്ചറും അമ്മയുടെ ജനറ്റിക് ഫീച്ചറും ചേർന്നൊരു മിശ്രണമായിട്ട് ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഉണ്ടാകുന്ന കുട്ടി എന്ന് പറയുന്നത് അല്ലേ? അതേസമയം ഇവിടെ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒറ്റ പേരൻ്റേ ഉള്ളൂ. അവിടെ ഒരു ജനറ്റിക് മിക്സിങ് അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പേരൻറ്റിനെ പോലെ തന്നെ ആയിരിക്കും ആ ഓഫ്സ്പ്രിങ്സ്. ഓക്കെ, ആ പേരൻറ്റിൻ്റെ ക്ലോൺ ആയിരിക്കും. ഇനി ആ പേരൻറ്റിന്, ആ സിംഗിൾ പേരൻറ്റിന് എത്ര കുഞ്ഞുങ്ങൾ ഓഫ്സ്പ്രിങ്സ് ഉണ്ടായാലും അതെല്ലാം എന്തായിരിക്കും? ഒരുപോലെ ഇരിക്കും, ക്ലോൺസ് ആയിരിക്കും. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ക്ലോൺസ് ആണ് ഉണ്ടാകുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ സിംഗിൾ പേരൻ്റ് ആണ്. സോ ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം: ഫിഷൻ,
ബഡ്ഡിംഗ് ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എത്രയായിട്ടാണ് തിരിക്കുന്നത്? 3ആയിട്ട്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഫസ്റ്റ് ഹെഡിങ് എഴുതുക, റീപ്രൊഡക്ഷൻ ഇൻ ആനിമൽസ് എന്ന് എഴുതുക. എന്നിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യാവുള്ളൂ. ഇതൊരു റിവിഷൻ നോട്ട് പോലെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത ഹെഡിങ് എഴുതുക, അസെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്നിട്ട് ഈ ഒരു കൊടുത്തിരിക്കുന്ന ഒരു ടേബിൾ ഉണ്ടല്ലോ, ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ഗ്രാഫ് നിങ്ങൾ വരച്ചു വെക്കുക. ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എഴുതിയിട്ട് എഴുതുക ഫിഷൻ, ബഡ്ഡിങ്, അതുപോലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. എന്നിട്ട് ഫിഷന് താഴെ പിന്നെയും അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എഴുതുക ബൈനറി ഫിഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഫിഷൻ. എന്താണെന്ന് പറയാം. ഒന്ന്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇപ്പോൾ 3ആയിട്ട് എത്രയാണ് തരംതിരിച്ചേ? ഫിഷൻ, ബഡ്ഡിങ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇതിൽ തന്നെ ഫിഷനെ തന്നെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, ബൈനറി ഫിഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഫിഷൻ. ക്ലിയർ ആണല്ലോ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ 3 ടൈപ്പാണ്: ഫിഷൻ, ബഡ്ഡിങ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. കൺഫ്യൂഷൻ ഇല്ലല്ലോ? എന്തൊക്കെയാ? ഫിഷൻ, ബഡ്ഡിംഗ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണെന്ത്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിൽ തന്നെ ഫിഷനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, ബൈനറി ഫിഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഫിഷൻ. ക്ലിയർ ആണല്ലോ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സിംഗിൾ പേരന്റ് ആണ് അവിടെ നടക്കുന്നത്. ചെറിയ ചെറിയ ഓർഗാനിസംസിലാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുക. ഉണ്ടാകുന്നത് എപ്പോഴും ക്ലോൺസ് ആയിരിക്കും, ഐഡന്റിക്കൽ ഓഫ്സ്പ്രിങ്സ് ആയിരിക്കും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം: ഫിഷൻ, ബഡ്ഡിംഗ് ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഫിഷൻ തന്നെ വീണ്ടും നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, ബൈനറി ഫിഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഫിഷൻ. ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? സോ വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് സ്ലൈഡ്. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഫിഷൻ. Okay, in this parent cell division into 2 or more individuals, for example protists, moneras, etc. ഇവിടെ നടക്കുന്നത് ഒരു പേരന്റ്, സിംഗിൾ പേരന്റ് ഡിവൈഡ് ചെയ്യുന്നു, സെൽ ഡിവിഷൻ ചെയ്തു. ഇപ്പോൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തെന്ന് വിചാരിച്ചു, അത് 2ഉം ഓരോ ഓഫ് സ്ട്രിങ്സ് ആയിട്ട് മാറുന്നു. സപ്പോസ് ഈ ഒരു അമീബയുടെ ബൈനറി ഡിവിഷൻ നമുക്ക് നോക്കാം. ഇവിടെ പേരന്റ് സെല്ലാണ് ഈ കാണിച്ചിരിക്കുന്നത്, അമീബയുടെ പേരന്റ് സെല്ല്. ഈ പേരന്റ് സെല്ല് എന്ത് ചെയ്തു? 2ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ഇതിനെ ബൈനറി എന്ന് പറയുന്നത്. ഓക്കെ, 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ 2 ഡിവൈഡ് ചെയ്ത സെല്ല് എന്തായി മാറുന്നു? 2 ഡോട്ടർ സെല്ലുകളായിട്ട് മാറുന്നു, 2 ഓഫ് സ്പ്രിങ്സ് ആയിട്ട് മാറുന്നു. ഇതിനെയാണ് എന്ത് പറയുക? ഫിഷൻ. ഓക്കെ, പേരന്റ് സെല്ല് സെൽ ഡിവിഷൻ നടന്ന് ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിവൈഡ് ചെയ്ത ഓരോ സെല്ലും എന്തായി മാറുന്നു? ഓരോ ഇൻഡിവിജ്വൽസ് ആയി മാറുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ഫിഷൻ. Fission can be classified into binary fission and multiple fission. 2 എണ്ണം മാത്രമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നതിനെയാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. 2 എണ്ണത്തിൽ കൂടുതലായി അവർ ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? ബൈനറിക്ക് പകരം മൾട്ടിപ്പിൾ ഡിവിഷൻ. ഇത്ര മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സിമ്പിൾ അല്ലേ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ സിമ്പിൾ അല്ലേ? ഫിഷൻ സിമ്പിൾ അല്ലേ? സോ താഴെ കൊടുത്തിരിക്കുന്നത് പാരമീസിയത്തിൻ്റെ ബൈനറി ഫിഷനാണ്. പാരമീസിയം 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, അവ 2 പാരമീസിയമായി മാറുന്നു. ഇനി മൾട്ടിപ്പിൾ ഫിഷൻ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയത്തിൻ്റെ അകത്ത് എന്ത് സംഭവിക്കുന്നു? ഇത് പ്ലാസ്മോഡിയമാണ്. അകത്ത് മൾട്ടിപ്പിൾ സെൽ ഡിവിഷൻ നടക്കുന്നു, ഓരോന്നും ഓരോ ഡോട്ടർ സെല്ലായിട്ട് മാറുന്നു. ഇനി നിങ്ങൾ എഴുതിയല്ലോ എക്സാമ്പിൾ, നമ്മൾ ഇവിടെ വരച്ചു വെച്ചല്ലോ ഫിഷന് താഴെ ബൈനറി ഫിഷൻ എന്നും മൾട്ടിപ്പിൾ ഫിഷൻ എന്നും. ഈ ബൈനറി ഫിഷൻ്റെ താഴെ എക്സാമ്പിൾ എന്ന് എഴുതിയിട്ട് എഴുതുക അമീബ പാരമീസിയം. ഇനി മൾട്ടിപ്പിൾ ഫിഷൻ്റെ താഴെ എക്സാമ്പിൾ ആയിട്ട് എഴുതുക പ്ലാസ്മോഡിയം. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് MCQ ബേസ്ഡ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചോദിക്കാം പ്ലാസ്മോഡിയത്തിൽ ഏത് ഫിഷനാണ്? മൾട്ടിപ്പിൾ ഫിഷനാണ്. ബൈനറി ഫിഷൻ എക്സാമ്പിൾ ഏതൊക്കെയാണ്? അമീബ ആൻഡ് പാരമീസിയം. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആണ്. സോ ബൈനറി ഫിഷൻ ഇറ്റ്സ് എ ഡിവിഷൻ ഓഫ് പേരന്റ് സെൽ ഇൻടു 2 ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ. എക്സാമ്പിൾ അമീബ ആൻഡ് പാരമീസിയം. മൾട്ടിപ്പിൾ ഫിഷൻ എക്സാമ്പിൾ ആണ്. ദേ ആർ ഡിവൈഡഡ് ഇൻടു മെനി ഇൻഡിവിജ്വൽസ്. എക്സാമ്പിൾ പ്ലാസ്മോഡിയം ആൻഡ് അമീബ. സോ അമീബയിൽ 2 നടക്കുന്നുണ്ട്, ബൈനറി ഫിഷനും ഉണ്ട്, മൾട്ടിപ്പിൾ ഫിഷനും ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ നോക്കുന്നത് എന്താണ്? ഫിഷിനെ പറ്റിയുള്ള ബാക്കി നമ്മൾ ഡീറ്റെയിൽ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അമീബ 2 തരത്തിലുള്ള ഡിവിഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എൻഡ് ചെയ്തു. പിന്നെ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ്?
Under unfavorable condition, amoeba withdraws its pseudopodia and secrete 3 layers of hard covering cyst around itself. It is called encystation. നമ്മൾ അറിയേണ്ടത് encystation എന്താണെന്നാണ്. What is encystation? Encystation അമീബ കാണിക്കുന്ന ഒരു പ്രതിഭാസമാണ്. What is it mean by encystation എന്ന് വെച്ചാൽ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മുടെ അമീബ എന്ത് ചെയ്യും? അതിന് സ്യൂഡോപോഡിയ ഉണ്ടല്ലോ അല്ലേ, എന്താ പറയുക, ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ പോലെ സ്യൂഡോപോഡിയ ഉണ്ട്, അതങ്ങോട്ട് വിഡ്രോ ചെയ്യും. ഓക്കെ, അമീബ അതിൻ്റെ സ്യൂഡോപോഡിയ അങ്ങോട്ട് വിഡ്രോ ചെയ്തിട്ട് 3 ലെയർ കോട്ടിങ് തന്നെത്താനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആമ അതിൻ്റെ തോടിലോട്ട് വലിയുന്നത് പോലെ അമീബ അതിൻ്റെ സ്യൂഡോപോഡിയ ഉള്ളിലോട്ട് വലിച്ചിട്ട് 3 ലെയർ കോട്ടിങ്ങോട് കൂടി ഒരു സിസ്റ്റ് പോലെ ഫോം ചെയ്യുന്നു. അതായത് 3 ലെയർ കോട്ടിങ്ങോട് കൂടി ഒരു സിസ്റ്റ് അതിൻ്റെ പുറമേ അത് ഫോം ചെയ്യുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? എൻസിസ്റ്റേഷൻ എന്ന് പറയുന്നത്. പ്രതികൂല സാഹചര്യങ്ങളിൽ, അൺഫേവറബിൾ കണ്ടീഷൻ അമീബ 3 ലെയർ ഓഫ് ഹാർഡ് കവറിംഗ് ലൈക്ക് എ സിസ്റ്റ് അറൗണ്ട് ഇറ്റ് സെൽഫ്, അതിനെയാണ് എന്ത് പറയുക? എൻസിസ്റ്റേഷൻ എന്ന് പറയുക. ഓക്കെ, അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ മൾട്ടിപ്പിൾ ഫിഷൻ ഗിവ് ടു മെനി അമീബാസ് സ്യൂഡോപോഡിയ പോർസ്. നമ്മൾ പറഞ്ഞല്ലോ അമീബയ്ക്ക് ബൈനറി ഫിഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ ഫിഷൻ ഉണ്ട്. ഏത് സാഹചര്യത്തിൽ അമീബ മൾട്ടിപ്പിൾ ഫിഷൻ ചെയ്യുക? അതിന് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ, ഒരു പ്രശ്നവും ഇല്ല, ഒരു കുഴപ്പമില്ല എന്ന് തോന്നുമ്പോൾ കൂടുതൽ അത് മൾട്ടിപ്പിൾ ഡിവിഷന് വിധേയമായി ഒരുപാട് അമീബാസിനെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, അതിന് പ്രതികൂല സാഹചര്യങ്ങളിലോട്ട് പോകും തോറുമാണ് ഈ പറഞ്ഞ നമ്മുടെ എൻസിസ്റ്റേഷൻ ഉണ്ടാകുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഈ അമീബ ഫിഷൻ ഗീവ് മെനി അമീബ ഉണ്ടാവുമെന്ന് പറഞ്ഞു. സ്യൂഡോ the cyst wall burst out, spores are liberated into grow up into many amoeba. This is called sporulation. നമ്മൾ ഈ സിസ്റ്റ് എൻസിസ്റ്റേഷനിലിരിക്കുന്ന അമീബയുടെ സിസ്റ്റ് പൊട്ടിച്ച് വെളിയിലോട്ട് പോഴ്സ് പോയി പുതിയ അമീബ ഉണ്ടാകുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുക? സ്പോറുലേഷൻ എന്ന് പറയുക. അത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ അമീബയുടെ കണ്ടീഷനാണ്. ഇതിനകത്ത് അവരെന്തോ പറ്റി, മൾട്ടിപ്പിൾ ഫിഷൻ നടന്ന് ഒരുപാട് പോഴ്സും കാര്യങ്ങളും ഉണ്ടാക്കി ഇനി ഈ സിസ്റ്റ് പൊട്ടി ഓരോന്നും വെളിയിലോട്ട് പോകുന്നതിനെയാണ് സ്പോറുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഓർക്കേണ്ടത് അമീബയ്ക്കുള്ള ഒരു മെയിൻ പ്രത്യേകത എൻസിസ്റ്റേഷൻ, 3 ലെയർ ഓഫ് സിസ്റ്റ് കവറിങ് അതിൻ്റെ പുറത്തുണ്ടാക്കുന്നു ഇൻ അൺഫേവറബിൾ കണ്ടീഷൻ. ഓക്കെ, പിന്നെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ അത് മൾട്ടിപ്പിൾ ഫിഷൻ ചെയ്യുന്നു. സ്യൂഡോപോഡിയോ സ്പോർസ് പുറത്തോട്ട് വിട്ടിട്ടാണ് എന്ത് വരുന്നത്? ഓരോ അമീബയും ഉണ്ടാകുന്നത്. ഇങ്ങനെ പോഴ്സ് വെളിയിലോട്ട് സിസ്റ്റ് പൊട്ടിച്ച് പോയി അമീബ ഉണ്ടാകുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുക? സ്പോറുലേഷൻ എന്ന് പറയുക. ക്ലിയർ ആണല്ലോ? ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ രണ്ടാമത് നമ്മൾ നോക്കിയത് ബഡ്ഡിംഗ് ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു. ഫിഷൻ, ബഡ്ഡിങ്, വെജിറ്റേറ്റീവ് പ്രൊപഗേഷൻ. ഇതിൽ സെക്കൻഡ് നമ്മൾ നോക്കിയത് എന്താണ്? ബഡ്ഡിംഗ് ആണ്. ബഡ്ഡിംഗ് ഇസ് എ ബഡ് ഫോർമേഷൻ അല്ലേ? ബഡ് അപ്പിയർ ചെയ്യും, ബഡ് പിന്നെ ഗ്രോ ചെയ്യും, പുതിയ ഇത് ബഡ് വിട്ടുപോകുന്നു, പുതിയ പേരൻ്റ് അല്ലെങ്കിൽ പുതിയ ഓഫ് സ്ട്രിങ്സ് പേരൻസിൽ നിന്ന് ഉണ്ടാവുന്നു. ബഡ് മുഖേനയുള്ള റീപ്രൊഡക്ഷൻ. ഒരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കിയേക്കാം. ഓക്കെ, ഹൈഡ്രയുടെ കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പോഞ്ച്, ഈസ്റ്റ്, അങ്ങനെ 2-3 എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. ഇതിലിപ്പം ഈ ഹൈഡ്രയുടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കുക. ഹൈഡ്ര കണ്ടാൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഇതാണ് ഹൈഡ്ര. ഈ ഹൈഡ്രയിൽ ചെറിയൊരു ബഡ് ഫോം ചെയ്യുന്ന കണ്ടോ? ചെറിയൊരു കുഞ്ഞി ഹൈഡ്ര. ഇത് പിന്നീട് ഈ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പുതിയ ഹൈഡ്രയായിട്ട് മാറും. സോ ബഡ് അപ്പിയേഴ്സ് ആൻഡ് ഗ്രോസ് ഇൻ ടു എ പാരൻ്റ് ബോഡി. ബഡുകൾ ഫോം ചെയ്യുന്നു, അത് പുതിയ ഓഫ് സ്ട്രിങ്സ് ആയിട്ട് മാറുന്നതാണ് ബഡ്ഡിങ്. ഓക്കെ, ബഡ്ഡിങ് ഇൻ ഈസ്റ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ചെറിയ വട്ടത്തിൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിൽ കാണുന്ന നമ്മുടെ ആ സ്ട്രക്ചറാണ് ഈസ്റ്റ്. നമ്മുടെ മുന്തിരിങ്ങയൊക്കെ പോലെ ഇരിക്കും. നമ്മുടെ സീഡ്ലെസ് മുന്തിരിങ്ങയൊക്കെ കണ്ടില്ലേ, ചെറിയ പച്ച എന്ന് പറഞ്ഞതുപോലെ ചെറിയ വട്ടത്തിലോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ കാണുന്ന ആ ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ആ ഒരു ജീവിയാണ് ഈസ്റ്റ്. ഒരു ഫംഗസ് ആണല്ലോ ഈസ്റ്റ് അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യൂഷ്വലി എന്തായിരിക്കും? യൂണിസെല്ലുലാർ ആയിരിക്കും ഈസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈസ്റ്റ് ഇതിൻ്റെ പാരൻ്റ് സെല്ലാണ്. ഇതിവിടെ ഒരു ബഡ് ഫോം ചെയ്തു. ഈ ബഡ് പിന്നെ പയ്യെ ഡിറ്റാച്ച് ചെയ്ത് എന്തായി മാറുന്നു? നെക്സ്റ്റ് പുതിയ എന്തായി മാറുന്നു? ഈസ്റ്റ് ആയിട്ട് മാറുന്നു. ഹൈഡ്രയുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രയുടെ ബോഡിയിൽ ഇവിടെ ഒരു ബഡ് ഫോർമേഷൻ. അപ്പോൾ എക്സാമിന് ഈ ഇമേജ് ഒക്കെ തന്നിട്ട് ഏത് റീപ്രൊഡക്ഷൻ മെത്തേഡാണ്, ഇത് എന്താണ്, ഇത് ഏത് ഓർഗാനിസം ആണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വരാം. സോ ഇത് ബഡ് വിട്ടുപോയിട്ട് എന്തായി മാറുന്നു? പുതിയ പാരൻ്റ് അല്ലെങ്കിൽ പുതിയ ഓഫ് സ്ട്രിങ് ഹൈഡ്ര ആയിട്ട് മാറുന്നു. ഇനി സ്പോഞ്ചസിലെയും സെയിം ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബഡ്സിന് പകരം നമ്മൾക്ക് ബഡ്സിന് എക്സാമ്പിളായിട്ട് 3 എണ്ണമാണ് പറഞ്ഞത്: ഹൈഡ്ര, സ്പോഞ്ച്, ഈസ്റ്റ്. അപ്പോൾ ബഡ്ഡിങ് എന്ന് എഴുതിയിട്ട് ഹെഡിങ് എഴുതുക ബഡ്സ് അപ്പിയേഴ്സ് ആൻഡ് ഗ്രോ. ഇനി അങ്ങനെ എഴുതിയില്ലെങ്കിലും ബഡ്ഡിങ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. എക്സാമ്പിൾ എഴുതുക, ഇമ്പോർട്ടൻറ്റ്: ഹൈഡ്ര, ഈസ്റ്റ്, സ്പോഞ്ച്.
ബഡ്ഡിങ് എക്സാമ്പിൾ നമ്മൾ നേരത്തെ എഴുതിയ ഫ്ലോ ചാർട്ട് ഉണ്ടല്ലോ, ഫിഷന് ബഡ്ഡിങ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എഴുതിയ ബഡ്ഡിങ്ങിന് താഴെ എക്സാമ്പിളായിട്ട് എഴുതുക ഈസ്റ്റ്, സ്പോഞ്ച്, ഹൈഡ്ര. ഈസ്റ്റ്, സ്പോഞ്ച്, ഹൈഡ്ര എന്തിന് എക്സാമ്പിളാണ്? ബഡ്ഡിങ് മോഡ് ഓഫ് റീപ്രൊഡക്ഷനിലൂടെയുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിളാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിളാണ്, ബഡ്ഡിങ് ആണ് നടക്കുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹൈഡ്ര, ഈസ്റ്റ് ആൻഡ് സ്പോഞ്ച്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ എന്താണ്? ഫ്രാഗ്മെൻറ്റേഷൻ. ഇനി അടുത്തത് ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാലും ഈ നമ്മുടെ ഹൈഡ്രയിൽ തന്നെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ബഡ് ഫോം ചെയ്ത് പുതിയ ഹൈഡ്ര ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഹൈഡ്ര ചില സമയത്ത് എന്താവും? ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻ്റ് ആയിട്ട് അതങ്ങ് മാറും. ഓരോ ഫ്രാഗ്മെൻറ്റ് ഓരോ ഹൈഡ്ര ആയിട്ട് മാറും. ഇതിനെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ യൂഷ്വലി എന്തിലാണ്? പ്ലാന്റ്സിലാണ് കാണുന്നത്. നമ്മുടെ ഇഞ്ചി, പൊട്ടറ്റോ, ഇങ്ങനെ കുറേ സാധനങ്ങളിൽ നമ്മൾ കാണുന്ന എന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. അതിനകത്ത് എന്തുണ്ടാവും? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഉണ്ടാവും. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിൽ നിന്ന് ഓഫ് സ്പ്രിങ്സ് ഉണ്ടാകുന്നതിനെയാണ് എന്ത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുക. സോ പ്രൊപ്പഗ്യൂൾ യൂണിറ്റ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എക്സാമ്പിൾ ആയിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ താഴെ എക്സാമ്പിൾ ആയിട്ട് എഴുതിക്കോ. ഏതൊക്കെയാ? പൊട്ടറ്റോ. അപ്പോൾ എഴുതുമ്പോൾ അത് എന്താണെന്നും കൂടെ എഴുതിക്കോ. ഐസ് ഓഫ് പൊട്ടറ്റോ. നമ്മളിങ്ങനെ മുകുളങ്ങളിങ്ങനെ പൊട്ടറ്റോയിലുണ്ടാവുമല്ലോ, ഇങ്ങനെ ഓരോരോ ലൈൻസ് ഉണ്ടല്ലോ, ഇതിനെ പറയാം ഐസ്. ചെറിയ ചെറിയ വെട്ട് പോലെ ഉണ്ടല്ലോ ഈ പൊട്ടറ്റോയിൽ, അതിനെ ഐസ് ഓഫ് പൊട്ടറ്റോ എന്ന് പറയാം. അവിടെ നിന്നാണ് പുതിയ പൊട്ടറ്റോയുടെ പ്ലാന്റ് ഉണ്ടാകാൻ പോകുന്നത്. സോ ഐസ് ഓഫ് പൊട്ടറ്റോ. 2, റൈസോം ഓഫ് ജിഞ്ചർ. അത് അറിഞ്ഞിരിക്കണം ഓരോ പ്ലാന്റിൻ്റെയും പ്രൊപ്പഗ്യൂളിൻ്റെ പേരെന്താന്ന്. അതിപ്പോൾ നീറ്റിലല്ല, നിങ്ങളുടെ അല്ലാത്ത ബോർഡ് എക്സാമിനാണെങ്കിലും ചോദിക്കും. അതായത് വെറുതെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എക്സാമ്പിൾ പൊട്ടറ്റോ, ജിഞ്ചർ എന്ന് പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ പ്രൊപ്പഗ്യൂൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. പൊട്ടറ്റോയുടെ പ്രൊപ്പഗ്യൂൾ ഐസ് ഓഫ് പൊട്ടറ്റോ തന്നെ എഴുതണം. ഐസ് ഓഫ് പൊട്ടറ്റോ. സെക്കൻഡ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ അടിയിൽ എക്സാമ്പിൾ ആയിട്ട് എഴുതുക റൈസോം ഓഫ് ജിഞ്ചർ. റൈസോം ഓഫ് ജിഞ്ചർ. സി, bulbil of agave. Then leaf buds of bryophyllum. Bryophyllത്തിൻ്റെ leaf buds of bryophyllum. Offset of water hyacinth. അപ്പോൾ നമ്മളിപ്പോൾ 4 എക്സാമ്പിളാണ് പറഞ്ഞത്. 1 ഐസ് ഓഫ് പൊട്ടറ്റോ, 2 റൈസം ഓഫ് ജിഞ്ചർ, 3 bulbil of agave, then leaf buds of bryophyllum, offset of water hyacinth. 4 എക്സാമ്പിൾ എഴുതിയോ? ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്താ പറഞ്ഞത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് ഐസ് ഓഫ് പൊട്ടാറ്റോ. സെക്കൻഡ് എക്സാമ്പിൾ റൈസോം ഓഫ് ജിഞ്ചർ. മൂന്നാമത്തത് bulbil of agave. ലീഫ് ബഡ്സ് ഓഫ് ബ്രയോഫില്ലം. then offset of water hyacinth. ठीक है. then buds eyes of potato of tumor നമ്മൾ പറഞ്ഞു. rhizome of banana or ginger. ബനാനയ്ക്കും rhizome ആണ് കേട്ടോ. rhizome of banana and ginger എന്താണ്? എക്സാമ്പിൾ ആണ്. then adventitious buds of bryophyllum. they arises from notches that margin of the leaves. ഇവിടെ നമ്മൾ കണ്ടു bryophyllumസിൻ്റെ അവിടെ നിന്ന് വരുന്ന adventitious buds. bulbil of agave കണ്ടു. അടുത്തത് offset of water hyacinth. നമ്മളിവിടെ കാണുന്ന ആഫ്രിക്കൻ പായൽ, അതാണ് വാട്ടർ ഹയാസിന്ത്. അതിൻ്റെ ഓഫ്സെറ്റ്സ് റണ്ണർ, സക്കർ, ട്യൂബർ, ബാൽബ് എക്സെട്ര. ടിക്. ദെൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അതർ അസെക്ഷൽ റീപ്രൊഡക്ഷൻ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് കണ്ടു, ഫിഷൻ മെത്തേഡ് കണ്ടു, ബഡ്ഡിംഗ് മെത്തേഡ് കണ്ടു. ഇത് കൂടാതെ അസെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള അതർ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സൂസ്പോർസ്, കൊനിഡിയ ആൻഡ് ഗെമ്യൂൾസ്. ഏതൊക്കെയാണ്? സൂസ്പോർസ്, കൊനിഡിയ ആൻഡ് ഗെമ്യൂൾസ്. അപ്പോൾ അടുത്ത ഹെഡിങ് കൊടുക്കുക അതർ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്. ഹെഡിങ് എഴുതുക അതർ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്. അണ്ടർലൈൻ എഴുതുക സൂസ്പോർസ്, കൊനിഡിയ ആൻഡ് ഗെമ്യൂൾസ്. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ടായിട്ട് എഴുതണം. ഒരു നോട്ട്ബുക്ക് ആയിട്ട് വേണം ക്ലാസ് കാണാനിരിക്കാൻ. ഇതൊരു നോട്ടായിട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ റിവിഷൻ എളുപ്പമാവും കേട്ടല്ലോ. ആ ചാപ്റ്ററിൻ്റെ ഒരു സംഗ്രഹമാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മൊത്തം വായിക്കാൻ ടൈമില്ലെങ്കിലും ഇതെങ്കിലും വായിച്ചിട്ട് പോവുക. സോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? സൂസ്പോർസ്, കൊനിഡിയ ആൻഡ് ഗെമ്യൂൾസ്. സൂസ്പോർസ് എന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പിക് മൊട്ടൈൽ സ്ട്രക്ചർ ഇൻ ദ സെയിം ആൽഗെ ആൻഡ് ഇൻ സം ആൽഗെ ആൻഡ് പ്രോട്ടിസ്റ്റ്. ചില ആൽഗകളിലും പ്രോട്ടിസ്റ്റുകളിലും കാണുന്ന മൊട്ടൈലായിട്ടുള്ള മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറാണ് എൻ്റെ സൂസ്പോർസ്. മൊട്ടൈൽ എന്ന് വെച്ചാൽ അനങ്ങുന്ന, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. സോ സൂസ്പോർസ് എന്ന് വെച്ചാൽ മൊട്ടൈലുള്ള സ്ട്രക്ചറാണ് എവിടെയാണ് കാണുന്നത്? കേസിലും പ്രോട്ടിസ്റ്റിലുമാണ് കാണപ്പെടുന്നത്. എക്സാമ്പിൾ എഴുതുക. സൂസ്പോർസിന് എക്സാമ്പിളാണ് ക്ലമിഡോമോണാസ്.
ക്ലമിഡോമോണാസ്, സൂസ്പോർസ്. സോ ക്ലമിഡോമോണാസിൻ്റെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് ഏതാണ്? സൂസ്പോർസ് ആണ്. സൂസ്പോർട്സിന് എക്സാമ്പിൾ ഏതാണ്? ക്ലമിഡോമോണാസ്. ക്ലമിഡോമോണാസിൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ക്ലമിഡോമോണാസിലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മോഡ് ഏതാണ്? സൂസ്പോർസ് ആണ്. ക്ലമിഡോമോണാസ്, സൂസ്പോർസ്. കൊനഡിയയ്ക്ക് എക്സാമ്പിൾ എന്താണ്? പെൻസിലിയം. പെൻസിലിയത്തിൽ ഏതാണ്? കൊനഡിയ. കൊനഡിയ വരുന്ന ഇതിനകത്താണ്? പെൻസിലിയം. ഗമ്യൂൾസ് ഇൻ സ്പോഞ്ച്. സ്പോഞ്ചിൽ എന്താണ്? ഗമ്യൂൾസ്. ഇത് അറിഞ്ഞിരിക്കണേ, ഇമ്പോർട്ടൻ്റാ. അപ്പോൾ ഇത് ഫുൾ എഴുതിയില്ലേലും ഇങ്ങനെ എഴുതുക. സൂസ്പോർ എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതുക ക്ലമിഡോമോണാസ്. കൊനഡിയ എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതുക പെൻസിലിയം. ഗമ്യൂൾ എന്ന് എഴുതി ഹൈഫൻ ഇട്ടിട്ട് എഴുതുക സ്പോഞ്ച്. സോ എന്താ എഴുതിയത്? അതർ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്നൊരു ഹെഡിങ് എഴുതി അണ്ടർലൈൻ ചെയ്യുക. താഴെ എഴുതുക സൂസ്പോർട്സ്, നേരെ എഴുതുക ക്ലമിഡോമോണാസ്. കൊനഡിയ നേരെ എഴുതുക പെൻസിലിയം. ഗമ്യൂൾസ് നേരെ എഴുതുക സ്പോഞ്ച്. Okay, asexual reproduction is a common method in simple organisms like algae, fungi. During adverse condition, they shift into sexual method. Okay, higher plants reproduce asexually, vegetative and sexually, but most of the animals show only sexual reproduction. Okay, ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൂസ്പോർട്സ് ഓഫ് ക്ലമിഡോമോണാസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കൊനഡിയം ഇൻ പെൻസിലിയം, ഇവിടെ തന്നിരിക്കുന്നത് ഗമ്യൂൾസ് ഇൻ സ്പോഞ്ച്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാം കൂടെ ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഒന്നും കൂടെ റിവൈസ് ചെയ്തോ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എവിടെയാണ്? യൂണിസെല്ലുലാർ ഓർഗാനിസം, സിമ്പിൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിലാണ്. സിംഗിൾ പേരൻ്റ് ആണ്. ഉണ്ടാവുന്ന ഓഫ് സ്പ്രിങ്സ് എന്താണ്? ക്ലോൺസ് ആണ്. ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എത്രയുണ്ട്? ഫിഷൻ, ബഡ്ഡിങ് ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, ഫിഷൻ എത്രണ്ണം വരാം? ബൈനറി ഫിഷൻ, അതുപോലെ മൾട്ടിപ്പിൾ ഫിഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷന് ഫസ്റ്റ് ഫിഷൻ ആണ്. ബൈനറി ഫിഷന് നമ്മൾ അമീബ, പാരമീസിയം കണ്ടു. അത് കഴിഞ്ഞ് മൾട്ടിപ്പിൾ ഫിഷൻ എക്സാമ്പിൾ നമ്മൾ പ്ലാസ്മോഡിയം ആൻഡ് അമീബ. അമീബയിൽ 2 നടക്കുന്നുണ്ട്. പിന്നെ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനുകളിൽ അമീബ ഒരു 3 ലെയർ ഓഫ് കവറിംഗ് സിസ്റ്റം ഫോം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? എൻസിസ്റ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ അമീബയിലെ ഈ പോർസുകൾ സിസ്റ്റ് പൊട്ടി വെളിയിലോട്ട് പോയി പുതിയ ഓഫ് സ്ട്രിങ്സ് ഉണ്ടാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സ്പോറുലേഷൻ എന്ന് പറയുന്നത്. ഇനി ബഡ്ഡിങ് നോക്കിക്കഴിഞ്ഞാൽ അട്ടത്തിൽ ബഡ് ഫോം ചെയ്യുന്നു, അത് പുതിയൊരു ഓഫ് സ്ട്രിങ്സ് ആയിട്ട് ഡിറ്റാച്ച് ചെയ്ത് മാറുന്നു. എക്സാമ്പിൾ ആയിട്ട് കണ്ടത് ഈസ്റ്റ്, ഹൈഡ്ര, അതുപോലെ സ്പോഞ്ചാണ്. ഇനി ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ഡിങ് മോഡ് തന്നെയാണ് ഹൈഡ്രയെ കാണുന്നത്. മൾട്ടിപ്പിൾ ഫ്രാഗ്മെൻ്റ് ആയിട്ട് ബ്രേക്ക് ആയിട്ട് ഓരോ ഫ്രാഗ്മെൻറ്റും ഓരോ ഓഫ് സ്ട്രിങ്സ് ആയിട്ട് മാറുന്നതിനെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അത് പ്ലാന്റേറിയയിൽ നടക്കുന്നുണ്ട്, അതുപോലെ ഹൈഡ്രയിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, പ്ലാന്റേറിയ ഓർക്കുന്നുണ്ടെങ്കിൽ ചെറിയ വര പോലത്തെ സാധനം. ഇനി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനകത്ത് നമ്മൾ നോക്കിയത് പ്രൊപ്പഗ്യൂളിനെ പറ്റിയാണ്. അതിനൊരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഉണ്ടായിരിക്കും. എക്സാമ്പിളായിട്ട് നമ്മൾ ജിഞ്ചർ, പൊട്ടറ്റോ, ബനാന, അഗേവ്, ബ്രയോഫില്ലം, വാട്ടർ ഹയാസിൻ ഇതൊക്കെ നോക്കി. ഇതിൽ ഓരോന്നിലെയും എന്താണെന്നുള്ള ഓരോന്നിൻ്റെ പേര് നമ്മൾ നോക്കി. ഐസ് ഓഫ് പൊട്ടറ്റോ എന്നാണ് പറയുക, റൈസോം ഓഫ് ജിഞ്ചർ എന്നാണ് പറയുക, റൈസോം ഓഫ് ബനാന എന്നാണ് പറയുക, ബൾബിൽ ഓഫ് അഗേവ് എന്നാണ് പറയുക, ലീഫ് ബഡ്സ് ഓഫ് ബ്രയോഫില്ലം എന്ന് പറയും, ഓഫ്സെറ്റ് ഓഫ് വാട്ടർ ഹയാസിൻ. ഓക്കെ, കറക്റ്റ് ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ മെയിനായിട്ട് നോക്കിയത്. ഇതുകൂടാതെ എക്സ്ട്രാ അസെക്ഷൽ റീപ്രൊഡക്ഷൻ സ്ട്രക്ചേഴ്സ് ഏതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സൂസ്പോർട്സ് വരാം, കൊനഡിയ വരാം, ഗമ്യൂൾസ് വരാം. സൂസ്പോർട്സ് എന്ന് വെച്ചാൽ മൊട്ടയിലായിട്ടുള്ള മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറാണ്. ഇത് മെയിനായിട്ട് കാണുന്നത് ക്ലമിഡോമോണാസിലാണ്. കൊനഡിയ ഏതാണ്? പെൻസിലിയത്തിലാണ്. അതുപോലെ ഗമ്യൂൾസ് ഇൻ സ്പോഞ്ച്, സൂസ്പോർട്സ് ഇൻ ക്ലമിഡോമോണാസ്, അതുപോലെ കൊനഡിയ ഇൻ പെൻസിലിയം, ഗമ്യൂൾസ് ഇൻ സ്പോഞ്ച്. ഇത്രയും കാര്യങ്ങളാണ് നോക്കിയത്. കൂടുതലും അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഫഞ്ചി, ആൽഗെ പോലെയുള്ള മൈക്രോ ഓർഗാനിസംസിലാണ്. ആനിമൽസിൽ കൂടുതലും എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ ഡൗട്ട് ഉണ്ട് അത് കമൻസിലൂടെ പറയുക. അതുപോലെ ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ബയോളജിക്ക് വേണ്ടത്, +1 +2 ഒക്കെ ചാപ്റ്ററിലെ ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് കൂടുതൽ റിവിഷൻ വേണ്ടതെന്നുള്ളത് കമൻസിലൂടെ അറിയിക്കുക. അതനുസരിച്ച് ഞാൻ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എക്സാമായി എല്ലാവരും പഠിക്കുക, റിവൈസ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.